ഇത് മാസ് മോട്ടോഴ്സിതാണ്. അപ്പോൾ ഹീറോൻ്റെ പ്ലഷർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് വണ്ടി ഒന്ന് മറിഞ്ഞ് വീണിട്ടുണ്ടായി. അപ്പോൾ ഹാൻഡിലൊക്കെ ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലിവറൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ലിവർ, ഈ സൈഡ് ലിവർ ഒടിഞ്ഞിട്ടുണ്ട്. ഈ സൈഡ് റൈറ്റ് സൈഡ് വരുമ്പോഴത്തേക്കും ആ ഹോൾഡർ അടക്കം ഒടിഞ്ഞാണ്. ആ ലിവർ പിടിപ്പിക്കുന്ന ബ്രാക്കറ്റ് അടക്കം ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ ഇതൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്ക് ലൈനർ ഇതിനകത്ത് നിന്ന് ബ്രേക്ക് ഷൂമിൽ നിന്ന് ലൈനർ പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയിടണം. കാരണം വെച്ചാൽ ഇത് കയറി പെട്ടെന്ന് ബ്രേക്ക് വീല് ജാമായി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി കളയാം. പിന്നെ വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇളക്ക സൗണ്ട് കാരണം ഒന്ന് അഴിച്ചു നോക്കിയതാണ്. ബെയറിങ്ങിൻ്റെ അവസ്ഥ ഇതാണ്. കണ്ടോ, അത്രയും ബെയറിങ് പോയി കിടക്കാം. അതും ഈ ഫ്രണ്ടിൽ തന്നെ ഈ ഇവിടുത്തെ ബെയറിങ് ആ ബുഷുകൾ കൂടി ഒന്ന് മാറ്റിയിടണം. ഇത്ര സൈഡ് ഈ സൈഡൊക്കെ ബുഷ് പോയി കിടക്കട്ടോ. അപ്പോൾ അത്രയും ഭാഗം റെഡിയാക്കി കഴിഞ്ഞാൽ ഒരുവിധം തന്നെ വണ്ടി നമുക്ക് ഓടിക്കാനായിട്ട് സ്മൂത്തായിക്കോളും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് തരാം. പരമാവധി ഓടിയിട്ട് മാറ്റിയാൽ മതി. പിന്നെ അത്യാവശ്യം ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓയിലിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് നോക്കിയില്ലായിരുന്നു. നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയാം. ഓയിൽ നല്ല ഓയിലാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ അതൊക്കെ മതി. പിന്നെ ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഉള്ളൂ മെയിനായിട്ട്. ഓടിച്ചിട്ട് വേറെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഒന്നും പറയാനില്ല. ആ ഫ്രണ്ടിൽ വണ്ടി മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഹാൻഡിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ഉണ്ടായിരുന്നു. നമുക്കതൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ലിവർ ബ്രാക്കറ്റ്, ലിവർ, വീലിൻ്റെ, പിന്നെ ബെയറിങ്, ബ്രേക്ക് ഷൂ, ആ ബുഷ് സെറ്റ്, അതെല്ലാം നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സുകൾ. അപ്പോൾ ഞാൻ അത്ര ഐറ്റം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എന്തായാലും നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട ഭാഗങ്ങൾ തന്നെയാണ് എല്ലാവരും. ആ കാണിച്ചിരിക്കുന്ന എല്ലാ ഭാഗം തന്നെ നമുക്ക് ചെയ്യേണ്ട ഐറ്റംസാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് ഇട്ടേക്കാം. ഓക്കെ.